ഇന്നത്തെ മനോഹരമായ ഒരു പുലരിയുടെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് സമയം സൂര്യൻ ഉദിച്ചു വന്നു. പിന്നെ ആകാശം മേഘങ്ങൾ മൂടി, മഴ പെയ്യും പെയ്യില്ല എന്നുള്ളൊരു ലെവലിലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശമൊക്കെ തെളിഞ്ഞു. നമ്മുടെ പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നതും മഴ മൂടുന്നതും ഒക്കെ ഒരു ഭംഗി തന്നെയല്ലേ. അങ്ങനെ കാലിച്ചായ കുടിച്ചു. ഇനി ബാക്കിയുള്ള കുക്കിങ്ങിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എന്താണ് ഉണ്ടാക്കുക എന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി ഉള്ളത് കൊണ്ട് തന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് കോവക്ക അറുത്ത് വെച്ചിട്ടുണ്ട്. കോവക്ക കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ ഏൽപ്പിച്ചു. ഒരാൾ മുറ്റടിച്ചു വരാൻ പോയിട്ടുണ്ട്, മുറ്റൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. ഉച്ചയിലേക്കുള്ള കറിയും ഇതിൻ്റെ കൂടെ തന്നെ തയ്യാറാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ചുട്ടെടുത്തിട്ട് അതിലാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ. ഫില്ലിങ്ങിനായിട്ട് സസൂക്കയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിലേക്ക് മയോനൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരാൾക്ക് ചിലപ്പോൾ ഒരു സാൻഡ്വിച്ച് ഒന്നും തികയില്ല. അപ്പോൾ ഈ രണ്ടെണ്ണം വെച്ചിട്ട് ഓരോരുത്തർക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ സാൻഡ്വിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ ഉണ്ടാക്കിയാലും കുട്ടികളൊക്കെ കഴിച്ചോളും. ഈ ഒരു ഫില്ലിങ് നമുക്ക് ചപ്പാത്തിയിലും ബ്രെഡിലും ഒക്കെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഇതിന് ഈ ഒരു രീതിയിൽ അടിഭാഗത്തൂടെ ചാടാതിരിക്കാൻ വേണ്ടി ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി കൊടുത്താൽ ഉഷാറായിട്ട് കുട്ടികൾക്ക് കഴിക്കാം. ചായ കുടി കഴിഞ്ഞതിന് ശേഷം മക്കളെ റൂമൊന്ന് സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിരിച്ചു. പിന്നെ ജനലിലെ പൊടി തട്ടാനും ബെഡിൻ്റെ അടി നന്നാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് നേരത്തെ പണിയുണ്ടാവും. കാരണം ബെഡിൽ ഒരുപാട് ഷീറ്റുകളും ഒക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ 2 ആൾ വേണം ബെഡ് വിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടു. അങ്ങനെ അകത്തുള്ള ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് പുറത്ത് നമ്മുടെ ചെടികൾ ക്ലീൻ ചെയ്യുന്ന പണിയാണ്. കുറേ പ്ലാന്റുകൾ സെയിലായി ആ ചട്ടിയൊക്കെ കാലിയായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെടികളൊക്കെ വലിയ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കുകയാണ്. വളർച്ച ഒരു ചട്ടിയിൽ ഏകദേശം വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ചട്ടി റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് വീട് ക്ലീനാക്കലും ചെടികൾ ക്ലീനാക്കലൊക്കെ ഇഷ്ടപ്പെട്ട ജോലിയാണ്. അപ്പോൾ എത്ര ടൈം അതിൽ ചിലവാകുന്നു എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് റെഡി ആവോളം ആ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കും. ജോലി ചെയ്യാനായിട്ട് കൂടെ ഇബ്രവും കുട്ടുമൊക്കെ ഉണ്ട് കേട്ടോ. അവരും എൻ്റെ കാലിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ചെടികൾ ചെറിയ മഴ കൊള്ളുന്ന ഏരിയയിലാണ്. അപ്പം ഇനി ട്രേ ഒക്കെ കമഴ്ത്തി വെച്ച് കൊടുക്കണം. പിന്നെ പഴുത്ത ലീഫുകളൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കണം, തുടക്കണം, അങ്ങനെയുള്ള കുറേ പണികളുണ്ട്. ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ചെടികളുടെ ലീഫ് നനഞ്ഞ തുണിയോ പഞ്ഞിയോ ഒക്കെ വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ഒരു കമ്പ് എടുത്തിട്ട് നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ 15 ദിവസം കൂടുമ്പോൾ നമുക്ക് NPK ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ DAP ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പ്രൊപ്പഗേഷന് പറ്റിയത് ഇതുപോലത്തെ മൂത്ത തണ്ടുള്ള ചെടികളാണ് കേട്ടോ. നല്ല മൂത്ത് നിൽക്കുന്ന തണ്ടുകൾ വെട്ടി നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാം. ചെടികൾ റീപോർട്ട് ചെയ്യുന്നതൊക്കെ അപ്പുറത്തു നിന്നാണ്. ഇപ്പുറത്ത് റീപോർട്ട് ചെയ്യാൻ വെച്ചാൽ മുറ്റൊക്കെ മണ്ണും ആകെ ചെളിയാവും. അപ്പോൾ ഞാൻ റീപോർട്ട് ചെയ്തിട്ട് കഴുകിയിട്ടാണ് ഈ ഒരു സ്റ്റാൻഡിൽ കയറ്റുന്നത്. ഒരേ ഭാഗത്ത് ഒരുപോലുള്ള ചട്ടികളൊക്കെ വെക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പഴുത്ത ഇലകളും ഒക്കെ ഉണങ്ങിയ ഇലകളൊക്കെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടിച്ചു വരാൻ കുറച്ച് കൂടുതൽ ചണ്ടിയൊക്കെ ഉണ്ട്.
കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ക്ലീനിങ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചെടികളുടെ ഭംഗിയൊക്കെ കൂടി. പിന്നെ നമ്മുടെ മുറ്റവും നീറ്റായി തുടച്ചൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ ചളിയായതൊക്കെ തുടച്ചെടുത്തു. അപ്പോൾ കൂടുതൽ വൃത്തിയായി. ഈ ഒരു ഭാഗത്ത് 2 ലൈനായിട്ടാണ് ഞാൻ അഗ്ലോണിമ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൽ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ്. ഇടയ്ക്ക് വെയിൽ വരുന്നത് കാരണം കൊണ്ടാണ് ബൊഗൻവില്ല പൂത്ത് നിൽക്കുന്നത് കേട്ടോ. മഴയില്ലാത്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് കാണുന്നുണ്ട് എല്ലാം. ചെടികളെ കുറിച്ചുള്ള വീഡിയോയും ചെടികൾ ക്ലീൻ ചെയ്യുന്ന വീഡിയോ, നടുന്ന വീഡിയോ, ഇതൊക്കെ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെടികൾ വളർത്തുന്നവർക്ക് ഒരു ദിവസം ഇല്ലാതെ ചെടികളെ പണികളുണ്ടാവും. ചെടികളെ ശുശ്രൂഷിക്കാനാണ് ഏറ്റവും വലിയ ജോലി. മറ്റുള്ള ഏത് പൂച്ചകളായാലും കോഴികളായാലും അവർക്കൊക്കെ നമ്മൾ ഫുഡ് കൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. നേരെ മറിച്ച് ചെടികൾക്ക് നമ്മൾ ശരിക്ക് ചെറിയ രീതിയിൽ സൂര്യപ്രകാശവും അവർക്ക് വളമയും കാര്യങ്ങളും പിന്നെ വെള്ളം കൂടാതെ സൂക്ഷിക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നാലോ ചെടികൾ തരുന്നൊരു സന്തോഷം അതിനെ ഇഷ്ടമുള്ളവർക്കേ അറിയുള്ളൂ. ഇടയ്ക്ക് മഴയും ഇടയ്ക്ക് വെയിലും കിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ ബൊഗൻവില്ലയും ചെമ്പരത്തി, മാണ്ടേവില്ല ഒക്കെ പൂത്ത് നല്ല ഭംഗിയോടെ നിൽക്കുന്നുണ്ട്. മുമ്പ് ഫുള്ളായിട്ട് മഴയായ ദിവസം എൻ്റെ മാണ്ടവില്ലൊക്കെ ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഫ്ലവർ തരുന്നൊരു ചെടിയാണല്ലോ. ഞാൻ ഗേറ്റിൻ്റെ മുകളിലാണ് പടർത്തിയിട്ടുള്ളത്. രാവിലെ എപ്പോൾ എണീറ്റ് വരികയാണെങ്കിലും ഇവിടെ നിറയെ പൂക്കളുണ്ടാവും. കണ്ടില്ലേ, നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. വീടിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് സ്ഥലമുള്ളവരാണെങ്കിൽ അവർക്ക് ബൊഗൻവില്ല നല്ലൊരു ചെടിയാണ്. വേനൽക്കാലം നന്നായി പൂക്കൾ തരുന്ന ചെടിയായതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് നല്ല പൂക്കളുടെ ഒരു ലോകം തന്നെ കാണാൻ പറ്റും. അതുപോലെ തന്നെയാണ് യൂഫോർബിയ ചെടിയും. കൂടുതൽ വെള്ളവും വേണ്ട, പരിചരണമോ ഒന്നും ഇല്ലെങ്കിലും നന്നായിട്ട് വേനൽക്കാലത്ത് പൂ വരുന്ന ചെടിയാണ് നമ്മുടെ യൂഫോർബിയ ചെടി. അങ്ങനെ ഇന്നത്തെ എൻ്റെ ചെടി ക്ലീനിങ്ങും വീട് ക്ലീനിങ്ങും അങ്ങനെ കുറേ കാര്യങ്ങൾ വീഡിയോയിൽ കാണിച്ചു. വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടതിനെ കുറിച്ചൊക്കെ കമൻറ്റ് ഒന്ന് അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.